സ്വയം വിഷം കഴിച്ചിട്ട് അടുത്തിരിക്കുന്നവൻ മരിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവന് തുല്യമാണ് ഈ പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി രണ്ടായിട്ട് വിഭജിക്കുകയുണ്ടായല്ലോ, ഈസ്റ്റ് ജർമ്മനി എന്നും വെസ്റ്റ് ജർമ്മനി എന്നും. ഇതിൽ ഈസ്റ്റ് ജർമ്മനിക്കാരൊരു പണി ചെയ്തു. അവർ വെസ്റ്റ് ജർമ്മനി കൊണ്ടുപോയിട്ട് കുറെ മാലിന്യങ്ങൾ കൊണ്ടേ തള്ളി, ഒരു കണ്ടെയ്നർ നിറച്ച് മാലിന്യങ്ങൾ കൊണ്ടേ തള്ളി. ഇപ്പോൾ യുദ്ധത്തിന്റെ ഒക്കെ സമയമാണല്ലോ, അടിച്ചതിന് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും, പകരം വീട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസിലെ ഹെഡ്ലൈൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നെഞ്ചത്ത് കൈവയ്ക്കാറുണ്ട്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? ഇവിടെ ഈ വെസ്റ്റ് ജർമ്മനിക്കാര് പകരം വീട്ടി, പക്ഷെ ഒരു പകരം വീട്ടിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ മറ്റാരും ചെയ്യാത്ത രീതിയിൽ ഒരു വ്യത്യസ്തമായൊരു പകരം വീട്ടലായിരുന്നു അത്. അവർ ചെയ്തത് ഒരു കണ്ടെയ്നർ നിറച്ച് ഭക്ഷണ പൊതികൾ വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞിട്ട് ഈസ്റ്റ് ജർമ്മനി കൊണ്ടുപോയി കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഓരോ പൊതിയുടെയും മുകളിലായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, അവനവനുള്ളതേ അവനവൻ കൊടുക്കൂ എന്നുള്ളത്. അതെ, ഒരു മധുര പ്രതികാരത്തിന്റെ കഥ. ഇന്നത്തെ സുവിശേഷത്തിലും ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം എന്നുള്ളത്. ഇത് ലേഖനഭാഗത്ത് വളരെ മനോഹരമായൊരു വചനം പറയുന്നുണ്ട്. 1 പത്രോസ് 3:9, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ അല്ല നിങ്ങൾ പകരം കൊടുക്കേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അതുകൊണ്ട് നമുക്ക് ആരോടെങ്കിലുമൊക്കെ വിദ്വേഷമോ വെറുപ്പോ മനസ്സിൽ എന്തെങ്കിലും സംഘർഷമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതികാരം ചെയ്യണം. അതെങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്? അവരെ അനുഗ്രഹിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നീ പ്രതികാരം ചെയ്യണമെന്നുള്ളത്. നീ ക്ഷമിക്കാതിരിക്കുമ്പോൾ നീ നിന്റെ വലിയൊരു ഭാരം കൊണ്ടു കിടക്കുകയാണ്. അതുകൊണ്ട് വിട്ടുകൊടുക്കാനൊന്ന് പരിശ്രമിച്ചുകൂടെ? നിന്റെ ഭാരം നീ കർത്താവിന് കൊടുക്കുക. ജെമിമ റോഡ്രിഗസിന്റെ വൈറൽ വീഡിയോ ഓർക്കുന്നുണ്ടല്ലോ, പുറപ്പാട് 14:14, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളൂ, നീ ശാന്തമായിട്ട് ഇരുന്നാൽ മതി എന്നുള്ളത്.